അൺടച്ച്ഡ് ആയിട്ടൊരു കുട്ടി അങ്ങ് ജനിച്ചെന്ന് കൂട്ടും. ആരുടെ ഇൻഫ്ലുവൻസ് ഇല്ല, അപ്പൻ്റെ ഇല്ല, അമ്മയുടെ ഇല്ല. അതാണ് ബി ലൈക്ക് എ ചൈൽഡ് എന്ന് പറയുന്നത്. ഒരു മനസ്സുമില്ല, ഫ്രീ മൈൻഡ്, ഒരു കണ്ടീഷനിങ്ങും ഇല്ല. ആ പാർട്ടിയാണ് വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് അവിടെ കിടക്കുന്നത്. പുള്ളി എന്ത് ചെയ്യും? ഇപ്പോൾ പാമ്പിന്റെ മുകളിൽ തലോടി ഒരു ഉമ്മയെ കൊടുത്തിട്ട് പുള്ളി അങ്ങ് പോകും. സഹജീവിയോടുള്ള സ്നേഹം. അത് പാമ്പിന് മനസ്സിലാവും, നമുക്ക് മനസ്സിലായില്ല. പാമ്പിന് ഇതല്ല, പാമ്പിനെല്ലാം, മൃഗങ്ങൾക്ക്, ജന്തുക്കൾക്കെല്ലാം മനസ്സിലാകും. പ്രൊവൈഡഡ് വി ആർ നോട്ട് കണ്ടീഷൻഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. നിങ്ങളെ അല്ലല്ലോ പാമ്പ് കാണുന്നത്. പാമ്പ് കാണുന്നത് കണ്ടീഷൻഡ് ആയിട്ടുള്ള ആളിനെ കാണും. നമ്മൾ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ രുചിക്കുകയോ 5 സെൻസറിയോ കൊണ്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ചേരുന്ന ഒരു രീതിയിലോട്ട് ആക്കി എടുത്തിട്ടാണ് നമ്മുടെ ഉള്ളോട്ട് കയറ്റുന്നത്. എന്നിട്ടാണ് ഞാൻ പറയുന്നത് അതിനെ ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലേ? നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ എന്നാ കുഴപ്പമിരിക്കുന്നു? അകത്തോട്ട് അതിനെ അതുപോലെ അങ്ങ് കയറ്റിക്കും. അപ്പൊ പിന്നെ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. പാമ്പ് ആ കിടക്കുന്ന രീതിയിൽ അങ്ങ് കയറ്റിക്കൊന്നേ. ആ കിടക്കുന്ന രീതിയിലല്ല നമ്മൾ കയറ്റുന്നത്. അതുകൊണ്ടാണ് നേരത്തെ എനിക്ക് പേടിയുണ്ടായിരുന്നു, നൗ ഐ എം എ ചേഞ്ച്ഡ് പേഴ്സൺ, കോൺഫിഡന്റ് ആയി. അതാ NLP പറയുന്നത്, അല്ലേ? ഫിയർ വിൽ ബി ചേഞ്ച് ഇൻ ടു കോൺഫിഡൻസ്. ഫിയറില്ല, കോൺഫിഡന്റ് ആയിട്ട്. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. അതാ NLP പഠിപ്പിക്കുന്നത്. Your fear will be changed into confidence. Your unhappiness will be changed into happiness. That is NLP. NLP പഠിച്ചു കഴിഞ്ഞാൽ, അയാം NLP ആയി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എവിടെയാ ചേഞ്ച് ചെയ്യാനിരിക്കുന്നത്? എനിക്ക് ദേഷ്യം, സങ്കടം, പേടിയൊക്കെ വന്നെങ്കിലല്ല ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. അയാം NLP ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. പുറത്തെ ലോകം അതുപോലെ അകത്തേക്ക് കയറും. ഒരു കുഴപ്പമില്ല. There is nothing to change. അങ്ങനത്തെ ആൾക്കാർക്ക് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. അല്ലാതെ ആൾക്കാർക്ക് യെസ്, യു ഹാവ് ടു ചേഞ്ച്. ചേഞ്ച് ആക്ച്വലി നടക്കുന്നത് അവൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. നമ്മളെപ്പോഴും ഉദാഹരണം പറയുന്ന അമ്മായിമ്മയാണ്. ജനിക്കുമ്പോൾ തൊട്ട് പെണ്ണുങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുക, ഒരു ഭദ്രകാളിയുടെ വീട്ടോടെ നിന്നെ ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നു. അതിൻ്റെ പേരാണ് അമ്മായിമ്മ. അപ്പൊ നീ ജനിക്കുന്നതിന് മുമ്പിലേ തന്നെ നിന്നോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നീ പോകാൻ പോകുന്നൊരു വീട്ടിലൊരു ഭദ്രകാളിയുണ്ട്. അപ്പൊ അവിടെ ജീവിക്കുന്ന ഒരു സാധു സ്ത്രീനെ, പാമ്പിന്റെ കാര്യം പറഞ്ഞ ഒരു സാധു സ്ത്രീനെ ഇവിടുന്ന് നിങ്ങൾ ജനിച്ചപ്പം മുതൽ ചേഞ്ചിലാക്കി വെച്ചാ കൊണ്ട് നടക്കുന്ന. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭദ്രകാളിയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ കുറെ ക്ലാസ്സൊക്കെ അറ്റൻഡ് കഴിയുമ്പോൾ പറയും, യേസ്, എൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറി, ഷീ ഈസ് എ നൈസ് ലേഡി. ആ ലേഡിക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. NLP പഠിക്കാത്ത ആൾക്കാർക്ക് അവരാണ് പറയുന്നത്, ഐ ചേഞ്ച് ദാറ്റ് പേഴ്സൺ, ഐ ക്യാൻ ചേഞ്ച് അതേഴ്സ് ബൈ ചേഞ്ചിങ് മൈസെൽഫ്. അതാണ് സിസി പറഞ്ഞത്. ഞാൻ ചേഞ്ച് ആകുന്നതുകൂടെ മറ്റുള്ളവർക്ക് ചേഞ്ച് ആകുന്നു.